വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. പകരം ഗ്ലാസ് കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിവാഹ സൽക്കാര പാർട്ടികളിലൊക്കെ വ്യാപകമായി നമ്മൾ കാണുന്നതാണ് ഈ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ വിവാഹ സൽക്കാര പരിപാടികളിൽ മാത്രമല്ല, പല പൊതുപരിപാടികളിലും സമാനമായ കാഴ്ച കാണാറുള്ളതാണ്. ഒരു നല്ല നിർദ്ദേശം എന്ന നിലയിൽ കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? ശ്രീജിത്ത്, ഈ വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്നും പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണം എന്ന് ഒരു സതുദ്ദേശപരമായ നിർദ്ദേശം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നു. പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകും എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 100 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് വേണമെന്നും ഇത് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന് അധികാരമുണ്ടെന്നും സർക്കാർ പറയുന്നു. സൽക്കാര ചടങ്ങുകളിൽ 1/2 ലിറ്റർ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ടെന്നും നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ട്രാക്കുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സംഭവത്തിൽ റെയിൽവേക്ക് രൂക്ഷ വിമർശനം ഇന്നുണ്ടാവുകയും ചെയ്തു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. എസ് ശ്രീകാന്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.